നമസ്കാരം. ഇന്നത്തെ ആഴ്ചഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മകരം രാശിക്കാരുടെ ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 2 വരെയുള്ള സമ്പൂർണ്ണ ആഴ്ചഫലമാണ്. തൊഴിൽ, ധനം, കുടുംബം, ദാമ്പത്യം, പ്രണയം, വിദ്യാർത്ഥികൾ, ആരോഗ്യം, ഭാഗ്യനിറം, ഭാഗ്യസംഖ്യ, വഴിപാട് എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന മേഖലകളും വിശദമായി നമുക്ക് നോക്കാം. ഈ ആഴ്ച മകരം രാശിക്കാർക്ക് ക്ഷമയും വിവേകവും ഏറ്റവും വലിയ ശക്തിയായിരിക്കും. തുടക്കത്തിൽ ചെറിയ സമ്മർദ്ദങ്ങളും വൈകല്യങ്ങളും അനുഭവപ്പെടാമെങ്കിലും ആഴ്ചയുടെ മധ്യത്തോടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറും. പഴയ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിങ്ങൾക്ക് ഈ വാരം അവസരം ലഭിക്കും. ആത്മവിശ്വാസം കൈവിടാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ഈ വാരം നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരും. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഈ വാരം ലഭിക്കും. മേലുദ്യോഗസ്ഥരുടെ വിശ്വാസം നേടാൻ ഈ വാരം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സ്ഥാനക്കയറ്റമോ ശമ്പള വർധനയോ സംബന്ധിച്ച ചർച്ചകൾക്കും ഈ വാരം നിങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ സഹപ്രവർത്തകരുമായി അനാവശ്യ തർക്കങ്ങൾ ഏർപ്പെടാതെ ഈ വാരം സൂക്ഷിക്കേണ്ടതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളെ ലഭിക്കാനും പഴയ കുടിശ്ശികകൾ തിരിച്ചു കിട്ടാനും സാധ്യത കാണുന്നു. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ്. സാമ്പത്തികമായി ഈ ആഴ്ച പൊതുവെ അനുകൂലമാണ്. പ്രതീക്ഷിക്കാത്ത ഒരു വരുമാനം ഈ വാരം ലഭിക്കാൻ സാധ്യത കാണുന്നു. ചിട്ടി, ലോട്ടറി പോലെയുള്ള മുതലായ അപ്രതീക്ഷിത വരുമാന മാർഗങ്ങൾ ഈ വാരം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആഡംബര ചെലവുകൾ ഈ വാരം നിങ്ങൾ നിയന്ത്രിക്കേണ്ടതാണ്. കുടുംബ ആവശ്യങ്ങൾക്കായി ചില വിലയേറിയ ചെലവുകൾ ഈ വാരം വന്നേക്കാം. കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ വാരം നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുക. കുടുംബത്തിലെ സന്തോഷകരമായ അന്തരീക്ഷം ഈ വാരം നിങ്ങൾക്ക് രൂപപ്പെടും. ഏറെ നാളായി സംസാരിക്കാതിരുന്ന ആളുകൾ ഈ വാരം വീണ്ടും നല്ല ബന്ധമായി നിങ്ങളുടെ അടുത്ത് വന്നേക്കാം. ദാമ്പത്തിക ജീവിതത്തിൽ പരസ്പര വിശ്വാസം ഈ വാരം നിങ്ങൾക്ക് വർദ്ധിക്കും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും അതെല്ലാം സമാധാനമായി പരിഹരിക്കും. പ്രണയിക്കുന്നവർക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമാണ്. തുറന്ന മനസ്സോടെ സംസാരിച്ചാൽ തെറ്റിദ്ധാരണകൾ മാറി എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ വാരം അനുകൂല വാർത്തകൾ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ഈ വാരം ആവശ്യമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ കഠിനാധ്വാനത്തോടെ മുന്നോട്ടു പോയാൽ ഈ വാരം ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട്. സമയം ക്രമീകരിച്ച് പഠിച്ചാൽ ഈ വാരം നിങ്ങൾക്ക് മികച്ച നേട്ടം കൈവരിക്കാനാകും. ആരോഗ്യകാര്യങ്ങളിൽ അമിതമായ അശ്രദ്ധ ഈ വാരം നിങ്ങൾ ഒഴിവാക്കുക. ഉറക്കക്കുറവ്, ക്ഷീണം, ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ ഈ വാരം നിങ്ങൾക്ക് വന്നു ചേരാം. ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വിശ്രമിക്കുകയും ഈ വാരം നിങ്ങൾ ചെയ്യേണ്ടതാണ്. അനാവശ്യ വാഗ്ദാനങ്ങൾ ഈ വാരം നിങ്ങൾ നൽകാതെ ഇരിക്കുക. വികാരത്തിൻ്റെ പേരിൽ വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ ഈ വാരം നിങ്ങൾ എടുക്കരുത്. യാത്രകളിൽ ചെറിയ ശ്രദ്ധ പുലർത്തുക. പ്രധാന രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കുക. ഈ ആഴ്ചയിൽ നിങ്ങളുടെ വഴിപാട് ശനിയാഴ്ച ശനീശ്വരനെ പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ എള്ളെണ്ണ വിളക്ക് തെളിയിക്കുക. ഹനുമാൻ ക്ഷേത്ര ദർശനവും
ചെയ്യുക. ദരിദ്രർക്ക് അന്നദാനം നൽകുന്നതും ഈ വാരം നിങ്ങൾക്ക് നല്ലതാണ്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ മന്ത്രം ഓം ശം ശനൈശ്വരായ നമ. ഈ മന്ത്രം രാവിലെയോ വൈകുന്നേരമോ 27 പ്രാവശ്യം ജപിക്കുന്നത് മനഃശാന്തിയും ആത്മവിശ്വാസവും വർദ്ധിക്കാൻ നിങ്ങൾക്ക് സഹായകരമാകും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ഭാഗ്യനിറം കടും നീല, ഭാഗ്യസംഖ്യ 8. ഈ ആഴ്ച മകരം രാശിക്കാർക്ക് ക്ഷമയോടെ മുന്നോട്ട് പോയാൽ പല മേഖലകളിലും പുരോഗതിക്ക് സാധ്യതയുള്ള ആഴ്ചയാണ്. ഓരോ തീരുമാനങ്ങളും ഈ വാരം ആലോചിച്ച് മാത്രം എടുക്കുക. നല്ല അവസരങ്ങൾ തിരിച്ചറിയാനും അവ പ്രയോജനപ്പെടുത്താനും ഈ വാരം നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഈ ആഴ്ച ഫലം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ. ഇത്തരത്തിലുള്ള എല്ലാ രാശിഫലങ്ങളും ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.